അലൈക്കും വറഹ്മത്തുള്ളാ. മിൻ തുറാസിൻ ലോഹിക്. അറബി ഭാഷയിലെ അറബി സാഹിത്യത്തിലെ ഹാസ്യ രചനകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നും നർമ്മരസം കലർന്ന രണ്ട് കഥകളാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊന്ന് കേൾക്കുക. അത്വാല നീട്ടുക, ഹദാ ലഞ്ച്, സൊഫീഹത്ത് തളിക, മറക്ക് കറി, ഹരിമുൻ ഫ്രൈഡ് അഥവാ പൊരിച്ച, ഹെസ കത്ത അല്ലെങ്കിൽ മുറിക്കുക, ലിർസ് പല്ല്, മക്കത്ത വെറുക്കുക, തീറത്ത് അവലക്ഷണം അഥവാ ശുക്കുമ്, ഹവാസ് സ്പർശം, ഹവാസുൽ ഹംസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൂക്ക്, വായ, ത്വക്ക്, ചെവി ഉൾപ്പെടുന്നത്, നാവ്. സ്വാഹ കൂവുക, ഉറഫ് കോഴിപ്പൂവ്, കോഴിയുടെ തലയിൽ, പൂവൻകോഴിയുടെ തലയിൽ ഉണ്ടാകുന്ന പൂവ്. സൊഫാ തെളിമ, കല്യത്ത് വൃക്ക, അഹശ് മൃദുലമായ മാർദ്ദവമായ, ഹബ്ബ അല്ലെങ്കിൽ ഹബ് ബി കെയർഫുൾ, നീ പേടിച്ചോ എന്നൊക്കെ പറയില്ലേ ആ അർത്ഥം. ഹദർ നഗരവാസി, അൻസല സ്വീകരിച്ചിരുത്തുക, ശവ പൊരിക്കുക, ലൊഹിക മിൻ പരിഹസിക്കുക, നാവല നൽകുക, ജനാഹ് ചിറക്, ജംകി പറഞ്ഞാൽ ഈ കോഴിയുടെ വാൽഭാഗം, അജിസ് അവസാന ഭാഗം, സോർ ഹൃദയഭാഗം, ഷെഫ് ഇരട്ട, വത്തിർ ഒറ്റ, ഖബല പിടിക്കുക, നാദിറത്ത് കോമഡി, സാഹിറത്ത് സമ്പാദ്യം നൽകുക, സാഹിറത്ത്. റവ്വഹ ആശ്വാസം കണ്ടെത്തുക, ബാൽ പ്രയാസങ്ങൾ, ഖഫഫ ലഘൂകരിക്കുക, അഫാദ ഉപകാരം കണ്ടെത്തുക, ഖിബറത്ത് അല്ലെങ്കിൽ ഇബറത്ത് രണ്ടും ഗുണപാഠം, അഷാ വ്യാപിപ്പിക്കുക, സാദ നയിക്കുക, കലക്ക് അഥവാ ഇൽത്തിറാബ് ബുദ്ധിമുട്ട്, അബൂസ് മുഖം ചുളിക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയിലെ അർത്ഥങ്ങൾ. അവ രണ്ട് കഥയാണ് പറയാനുള്ളത്. ഒന്നാമത്തത് നമുക്ക് ചുരുക്കി പറയാം. ഒന്നാമത്തത് ദിഅബൽ ഖുസായി പറയുകയാണ്. അദ്ദേഹവും സഹ്ലുബിന് ഹാറൂനും അടക്കമുള്ള കൂട്ടുകാരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ അദ്ദേഹം തൻ്റെ അടിമയെ വിളിച്ച് അവർക്കുള്ള രാവിലെയുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു വലിയൊരു തളികയിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടുവന്നു. കറിയും അതുപോലെ ഒരു പൊരിച്ച കോഴിയും. അവർ പാത്രം തുറന്നപ്പോൾ പൊരിച്ച കോഴിയുടെ തല കാണാനില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, എൻ്റെ അടിമക്കുട്ടി ഇതിൻ്റെ തല എവിടെയാണ്? അപ്പോൾ അടിമ പറഞ്ഞു ഞാനത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവ പറഞ്ഞു എന്തിനാണ് ഈ വലിച്ചെറിഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ തല തിന്നില്ല എന്ന്. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി, എങ്ങനെ നീ വിചാരിക്കലും ഞങ്ങൾ തല തിന്നിട്ടില്ല എന്നല്ലേ? തലയുടെ പ്രസക്തിയെക്കുറിച്ച് എനിക്കറിയില്ലേ? തലയില്ലാതെ കോഴി ഉണ്ടാവുകയില്ല. തലയിലാണ് കോഴിയുടെ ആ പൂവുള്ളത്, തലയിലാണ് കോഴിയുടെ കണ്ണുള്ളത്, തലയിലാണ് കോഴിയുടെ നാവുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രഭാഷണം അവിടെ നടത്തി. സാധാരണ രീതിയിൽ അങ്ങനെ പറയാറില്ല എന്നർത്ഥം. അപ്പോൾ ഈ അടിമ ഈ പ്രഭാഷണം കേട്ടിട്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് അടിമ പേടിച്ചു. എന്നിട്ട് ഒന്നുകൂടി ചോദിച്ചു അവസാനം ഇയാൾ, നിനക്കറിയോ ആ തല നീ എന്ത് ചെയ്തതെന്ന്? അപ്പോൾ അടിമ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല, ഞാനത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്, എവിടെയാണ് എറിഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയാം, നീ എറിഞ്ഞത് നിൻ്റെ വയറ്റിൽ തന്നെയാണ് അത് എറിഞ്ഞത്, എനിക്കറിയാം. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായിട്ടത് അടിമ പൂഴ്ത്തി വെച്ച് അടിമ വല്ലേ തിന്നതാണ് ഇയാൾക്ക് മനസ്സിലായിട്ട്. പക്ഷേ അടിമ അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരം ഇയാൾ പ്രഭാഷണങ്ങൾ നടത്തിയതെന്നർത്ഥം. രണ്ടാമത്തെ സംഭവം, ഒരു ദിവസം ഒരു കാട്ടറബി നാട്ടിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തുകയാണ്, കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്. അങ്ങനെ 6 ആളുകളുള്ള ഒരു കുടുംബമാണ്. ആ വീട്ടിലാണ് ഈ കാട്ടറബി എത്തുന്നത്. ഈ കാട്ടറബി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് കോഴികളുണ്ട്. ഒരുപാട് കോഴികളുണ്ട്. അങ്ങനെ ഇദ്ദേഹം അറബി വന്ന ഉടനെ ആദ്യ ദിവസം തന്നെ ഒരു കോഴിയെ ഇവരെടുത്തു. ഒരു കോഴിയെ അങ്ങനെ ഒരു കോഴിയെ എടുത്തിട്ട് അവർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിത് വീതിച്ചോളൂ, ഞാൻ വീതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാട്ടറബി പറഞ്ഞു ഞാൻ വീതിക്കാം, പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീതിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ കോഴിയുടെ തല എടുത്ത് എന്നിട്ട് പറഞ്ഞു ഈസി, ഈ തല എന്ന് പറഞ്ഞാൽ വീട്ടിലെ നേതാവിനാണ്. എന്നിട്ട് ആ വീട്ടിലെ വീട്ടുടമസ്ഥന് കൊടുത്തു. കാട്ടറബിയാണ്
ഈ നാട്ടിലെ ആളുടെ കോഴിയെ വീതിക്കുന്നത് നോക്കണം. എന്നിട്ട് തല അയാൾക്ക് കൊടുത്തു, വീട്ടുടമസ്ഥന് കൊടുത്തു. എന്നിട്ട് 2 ചിറകുകൾ എടുത്തിട്ട് പറഞ്ഞു ഈ 2 ചിറകുകൾ 2 ആൺമക്കൾക്കുള്ളതാണ്, ജനാഹ്, അത് ആൺമക്കൾ കൊടുത്തു. എന്നിട്ട് 2 കാല് 2 സാക്ക് എടുത്തിട്ട് 2 പെൺമക്കൾ കൊടുത്തു. എന്നിട്ട് വാൽഭാഗം അസംഖി അതെടുത്തിട്ട് എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് കൊടുത്തു. ഓക്കെ. എന്നിട്ട് പറഞ്ഞു ഹൃദയഭാഗം അത് അസൂർ, അത് ആർക്കാണ്, ലിസാഇരി, സന്ദർശകനാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും മെയിൻ ഭാഗം ഇദ്ദേഹം എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹം നടക്കുന്ന പരിപാടിയല്ല എന്ന് ആർക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്തു, ഇവർ 5 കോഴികളെ എടുത്തു ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഭക്ഷിക്കാൻ വേണ്ടി ഇവർ 3 ദിവസം അതിഥികളായി ഉണ്ടാവുമല്ലോ അല്ലേ, ആര് വന്നാലും 3 ദിവസം അറബികൾ അതിഥികളായി ഉണ്ടാവും. അപ്പോൾ 5 കോഴികളെയാണ് ഇവരെടുത്തത്. അപ്പോൾ എന്നിട്ട് ഇവർ ഈ കാട്ടറബിയോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഇന്നും വീതിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തന്നെ വീതിക്കണോ ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, നിർബന്ധിപ്പിച്ചു നിങ്ങൾ തന്നെ വീതിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു ഒറ്റയായിട്ട് വീതിക്കണോ അതോ ഇരട്ടയായി വീതിക്കണോ. അഥവാ ഒറ്റയായി വീതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിയും അത് കിട്ടിയ ആളും കൂട്ടി കഴിഞ്ഞാൽ അവിടെ ഒറ്റയായി കിട്ടണം. ഓക്കെ, നമുക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കുടുംബം പറഞ്ഞു നിങ്ങൾ ഒറ്റയായി വീതിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു കോഴി എടുത്ത് എന്നിട്ട് പറഞ്ഞ് ഈ കോഴി ഭർത്താവിനും ഭാര്യയ്ക്കും കൂടിയുള്ളതാണ്. അപ്പോൾ ഭർത്താവ് പ്ലസ് ഭാര്യ പ്ലസ് കോഴി ഈക്വൽ ടു 3 അല്ലേ, 3 ആണല്ലോ. അപ്പോൾ അത് ഒറ്റയാണ്. ഓക്കെ, അങ്ങനെ ഒരു കോഴി അവർക്ക് കൊടുത്തു. എന്നിട്ട് 2 ആൺമക്കൾ വിളിച്ചു, എന്നിട്ട് അവർക്കൊരു കോഴി എടുത്തു. അപ്പോൾ എത്രയായി, 3. 2 ആൺമക്കൾ പ്ലസ് ഒരു കോഴി 3. 2 പെൺമക്കൾ വിളിച്ചു, എന്നിട്ട് ഒരു കോഴി എടുത്തു. അപ്പോൾ 2 പെൺമക്കൾ പ്ലസ് ഒരു കോഴി ഈക്വൽ ടു 3. പിന്നെ ഇനി ബാക്കി 2 കോഴികളല്ലത്. അപ്പോൾ ഇയാളും പ്ലസ് 2 കോഴി, അപ്പോൾ എത്ര, 3. അപ്പോൾ തൃപ്തിയായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു കോഴി, ഇയാൾക്ക് മാത്രം 2 കോഴി. ഓക്കെ, അപ്പോൾ ഇവർക്ക് കാര്യം പന്തികേട് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഈ ഒറ്റ ഇതാക്കണ്ട, ഇരട്ടയായിട്ട് നിങ്ങൾ വീതിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്തെടുത്തു, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, ആ കോഴികളെ വാങ്ങി. എന്നിട്ട് പിന്നെ ഒരു കോഴി എടുത്തിട്ട് പറഞ്ഞു ഭർത്താവിനും 2 ആൺമക്കൾക്കും, അഥവാ നിങ്ങളാണല്ലോ ഭർത്താവ്, നിങ്ങൾക്കും 2 ആൺമക്കൾക്കും പാടെ ഒരു കോഴി, അഥവാ 2 ആൺമക്കൾ പ്ലസ് ഭർത്താവ് പ്ലസ് ഒരു കോഴി ഈക്വൽ ടു 4. ഭാര്യക്കും 2 പെൺമക്കൾക്കും പാടെ ഒരു കോഴി, അപ്പോൾ എത്രയായി, അതും 4 ആയി. 2 പെൺമക്കൾ ഭാര്യ പ്ലസ് ഒരു കോഴി 4. ഞാനും അഥവാ 2 കോഴി കഴിഞ്ഞാൽ ബാക്കി 3 കോഴിയല്ലേ അല്ലേ, 5 കോഴിയല്ലേ, ഞാനും ഈ 3 കോഴികളും ഉൾപ്പെടെ എത്രയായി, 4 ആയി. അപ്പോൾ എന്ത് ചെയ്തു, അതും ഇരട്ടയായി. പിന്നെ ഇങ്ങനെ എനിക്ക് വിഹിതിക്കാൻ പറഞ്ഞു തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ 3 കോഴിയെയും എന്ത് ചെയ്തു, ഉടനടി ഭക്ഷിച്ചു എന്നാണ് കഥ. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അർത്ഥം വെക്കാം, പെട്ടെന്ന് പോവാം. വഹ്ക ദിഅബൽ ഖുസായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല അദ്ദേഹം പറഞ്ഞു ഞങ്ങളായിരുന്നു യൗമൻ ഒരു ദിവസം ഇന്ദ സഹൽ ബിൻ ഹാറൂൻ്റെ അടുത്തായിരുന്നു. ഫഅതല്ലൽ ഖുഊദ, അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇരുത്തം നീട്ടിയത്, ഒരുപാട് നേരം ഇരുന്നു. ഹത്ത അങ്ങനെ കാദ യമൂത്തു ജുവ, ഞങ്ങൾ വിശന്ന് മരിക്കാൻ തുടങ്ങി. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹൽ ബിൻ ഹാറൂൻ പറഞ്ഞു വൈഹക യാ ഗുലാം, ഗുലാമേ എന്താണ് നീ ചെയ്യണേ, ഗദ്ദിന ഞങ്ങൾക്ക് ലഞ്ച് കൊണ്ടുപോവാ, രാവിലെ ഭക്ഷണം കൊണ്ടുപോവാ. ഫതാഹുൽ ഗുലാമു, അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ അടിമ കൊണ്ടുവന്നു, ആ ഭക്ഷണം കൊണ്ടുവന്നു. ബി സൊഫീഹത്തിൻ, ഒരു തളികയിൽ. ഫീഹ അതിലുണ്ട് മറക്കുൻ, കറിയുണ്ട്. തെഹ്തഹു അതിൻ്റെ അടിയിലുണ്ട് ദീക്കുൻ ഹരിമുൻ, ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. ലാ തെഹസു ഫിഹി സിക്കീൻ അതിൽ കത്തി തട്ടിയിട്ടില്ല എന്നർത്ഥം, അഥവാ അതിങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല, വലിയൊരു കോഴി തന്നെയാണ്. വലാ യുഅത്തിറു ഫിഹി അതിൽ പിന്നെ അടയാളം വെച്ചിട്ടില്ല, അല്ലിറുസു പല്ലുകൾ, അപ്പോൾ അതുകൊണ്ട് അതിൽ ആരും കടിച്ചിട്ടുമില്ല, അങ്ങനത്തെ ഒരു കോഴിയാണ്. ഫത്ത് അമ്മല ഹു, അപ്പോൾ അതിൽ നമ്മുടെ സഹൽ ബിൻ ഹാറൂൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് എന്താ ചിന്തിച്ചതെന്ന് പറയാം. എന്നിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെ നോക്കി, എന്നിട്ട് അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു വഖാല, എന്നിട്ട് പറഞ്ഞു അയില റസിയാവുലാം, ഇതിൻ്റെ തല എവിടെ മോനെ. വഖാല, അടിമ പറഞ്ഞു റമൈതു ബിഹി, ഞാനത് എറിഞ്ഞു കളഞ്ഞു. വഖാല, അദ്ദേഹം ചോദിച്ചു വലിമ, എന്തിനാണ് എറിഞ്ഞത്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടിമ പറഞ്ഞു ലം അദുന്നുക, ഞാൻ നിങ്ങളെ വിചാരിച്ചില്ല, ഉക്കുലുഹു നിങ്ങളാ പിന്നെ അതിനെ തിന്നു, നിങ്ങളാ തല തിന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഔ തസ്അലൻഹു, അല്ലെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ചോദിക്കുമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഖാല, അപ്പോൾ അയാൾ ചോദിച്ചു വലിമ ലൊലൻത താലിക്ക,
അങ്ങനെ ഉണ്ടോ? വലിമ തൊനൻത്ത് താലിക്ക, അല്ല എന്തിനാ നീ അങ്ങനെ വിചാരിച്ച്? വലിമ തൊനൻത്ത് താലിക്കാൻ എന്തിനാ നീ അങ്ങനെ വിചാരിച്ച്? ഇന്നി വല്ലാഹി, തീർച്ചയായിട്ടും അള്ളാഹുവാണ് സത്യം, ലാ മുക്കുത്തു, ഞാൻ വെറുക്കുന്നു, മൈ എർമി ബിരിജിലൈഹി, അതിൻ്റെ കാല് കോയിൻ്റെ കാല് വലിച്ചെറിയുന്ന ആളെ തന്നെ ഞാൻ വെറുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ കൈഫ ബിമൈ എർമി ബി റസി, അപ്പോൾ തല വലിച്ചെറിയുന്ന ആളെ പറയണോ? ആ കോഴിക്കാല് വലിച്ചെറിയാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ തല വലിച്ചെറിയണവർക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ലൗലം യക്കുൻ ഫീമ ഫാൽത ഇല്ല തീറത്തു വൽ ഫഅലു ഇല്ല കരിഹിത്തു. ലൗലം യക്കുൻ, ഇല്ലായിരുന്നുവെങ്കിൽ, ഫീമ ഫാൽത്ത, നീ ചെയ്ത ഒന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഇല്ല തീറത്തു വൽ ഫഅലു, ഈ അവലക്ഷണമല്ലാത്ത എന്തെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല കരിഹിത്തു, ഞാനത് വെറുക്കുമായിരുന്നു. അവ അലിംത, നിനക്കറിയില്ലേ? ഇപ്പോൾ ചില ആളുകളുണ്ട് എന്ത് ചെയ്യുക, കോയിൻ്റെ തല തിന്നതിൽ അവലക്ഷണമാണ്, അത് തിന്നാൻ പാടില്ല എന്ന് പറയും. അതാണ് നേരത്തെ പറഞ്ഞത്. അവ അലിംത, നിനക്കറിയില്ലേ? അന്ന റസ, തീർച്ചയായിട്ടും തല, റഈസുൽ അഅ്ളാഇ, അത് അവയവങ്ങളുടെ തലവനാണ്. അപ്പോൾ ഫീഹി, അതിലാണ് അൽ ഹവാസുൽ ഹംസ്, ഹവാസുൽ ഹംസ് ഉള്ളത്. ഹവാസുൽ ഹംസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, നാവ്, പിന്നെ ചെവി, അതുപോലെ ത്വക്ക് പറഞ്ഞാൽ തൊലി. അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ. അതിലാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുള്ളത്. വമിൻഹു, അതുകൊണ്ടാണ് യസീഹു ദീക്കു, നമ്മുടെ കോഴി കൂവുന്നതും അതുകൊണ്ടാണല്ലോ, തൊള്ളോണ്ടാണല്ലോ അല്ലേ. ലൗലാ സൗത്തുഹു, ആ കോഴിക്ക് ആ സൗണ്ട് ഇല്ലെങ്കിൽ, ലൗലാ സൗത്തുഹു, കോഴിക്ക് അതിൻ്റെ സൗണ്ട് ഇല്ലെങ്കിൽ, മാ ഉരീത, നമ്മൾ വിചാരിച്ച ഒന്നും ആവുന്നല്ല. അഥവാ മാ ഉരീത പറഞ്ഞാൽ അത് വിചാരിക്കപ്പെടുക തന്നെ ഇല്ല. കോഴിക്ക് സൗണ്ട് ഇല്ലെങ്കിൽ കോഴിയാണെന്ന് തന്നെ വിചാരിക്കപ്പെടില്ല എന്നുള്ള അർത്ഥം. മനസ്സിലായോ? സൗണ്ട് ഇല്ലാതെ എന്തൊരു കോഴി. ഫീഹി, അതിലാണ്, ആ പിന്നെ തലയിലാണുള്ളത്, ഉർഫുഹു, അതിൻ്റെ ഈ പിന്നെ പൂവ്, കോഴിപ്പൂ ഉണ്ടല്ലോ, അല്ലത് എങ്ങനത്തെ പൂവാണ്, യുത്തബറക്ക് ബിഹി, അതുകൊണ്ട് ബർക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്നു. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അതിനെ വലിയ സംഭവമായി കാണുന്നുണ്ട്. അങ്ങനത്തെ ആ പൂവും അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അയിനുഹു, അതിൻ്റെ കണ്ണും, അല്ലത് എങ്ങനത്തെ കണ്ണാണ്, യുദറബു ബിഹ, അതുകൊണ്ട് അൽ മസൽ, അതുകൊണ്ട് ഉദാഹരണം പറയപ്പെടാറുണ്ട്, ഫിസ് സൊഫാഹി, തെളിമയിൽ. ഇപ്പോൾ യൊക്കാലു, സാധാരണ പറയപ്പെടാറുണ്ട്, ഷറാബുൻ അസ്വാമിൻ ഐനിദ്ദീക്കി, ഈ കോഴിയുടെ കണ്ണിനേക്കാളും നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഉദാഹരണം പറയപ്പെടുന്ന കണ്ണും ആ തലയിലാണുള്ളത്. വഹുവ അജീബുൻ, അതെന്താണ്, വളരെ പിന്നെ ആ കോഴീൻ്റെ തല, വഹുവ അജീബുൻ, അത് വളരെ പിന്നെ നല്ലതാണ്. ലി വജായിൽ കല്യത്തേനി, കുല്യത്തല്ല കല്യത്തേനി, നമ്മുടെ വൃക്കകളുടെ വേദനയ്ക്ക് ഏറ്റവും നല്ലതാണ്. വലം യുറ കത്തു, ഇതുവരെ കാണപ്പെട്ടിട്ടില്ല, അളുമുൻ, ഒരിറച്ചിയും, അഹശ ഏറ്റവും നല്ല ഇറച്ചി, ഏറ്റവും മാർദ്ദവമായ ലഘുവായ ഒരിറച്ചിയും ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനേക്കാൾ, തെഹത്തൽ അസ്നാനി മിൻഹു, അതിൻ്റെ കോഴിയുടെ പല്ലിൻ്റെ താഴെയുള്ള ഇറച്ചിയേക്കാൾ മാർദ്ദവമായ ഒരിറച്ചിയും ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല. എന്നിട്ടും നീ പിന്നെ ഇതൊക്കെ കിടക്കുന്നത് അതിൻ്റെ തലയിലാണ്, ആ കോഴിയുടെ തലയിലാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വഹബ്, നീ പേടിച്ചോടാ, അന്നക്ക, തീർച്ചയായിട്ടും നീ ലൊനൻത, നീ വിചാരിച്ചില്ലേ, അന്നി ലാ അക്കുലു, ഞാൻ അതിനെ തിന്നൂല എന്ന് നീ വിചാരിച്ചു, നീ ഓടടാ. അവലൈസൽ അയ്യാലു കാനു യക്കുലൂനഹു, അവലൈസൽ അയ്യാലു, എൻ്റെ കുടുംബം, അയ്യാൽ എന്ന് പറഞ്ഞാൽ കുടുംബം, അപ്പോൾ എൻ്റെ കുടുംബക്കാർ തിന്നൂലടാ അത്. അവലൈസൽ അയ്യാലു, കുടുംബക്കാർ, കാനു, അവരായിരുന്നില്ലേ, യക്കുലൂനഹു, ആ കോഴിയുടെ തല തിന്നൂലേ, എൻ്റെ കുടുംബക്കാർ തിന്നൂലടാ. ഇൻകാന ഖദ് ബലഗ മിൻ ജഹ്ലിക അല്ലാ തഅകുലഹു ഫഇന്ദനാ മൻ യഅകുലഹു, ഇനി എൻ്റെ പിന്നെ ബുദ്ധിമോശം കൊണ്ട് എൻ്റെ ആരും തിന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ തിന്നാറുണ്ടടാ. മനസ്സിലായോ? ഫഇൻകാന ഖദ് ബലഗ മിൻ ജഹ്ലിക, നിൻ്റെ ബുദ്ധിമോശം കാരണം നിനക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വാർത്ത എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാ തഅകുലഹു, നീ അതിനെ തിന്നൂല എന്നുള്ള ഒരു ബുദ്ധിമോശം നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഫൈന്ദന, ഞങ്ങളുടെ അടുത്തുണ്ട്, മൻ ഒരുത്തൻ യഅകുലുഹു, അതിൻ്റെ തലയെ തിന്നുന്ന ആളുണ്ടടാ. അമാ അലിംത, നിനക്കറിയില്ലേ, അന്നഹു, അത് ഖൈറു, നല്ലതാണ്, ഖൈറും മിൻ തൊറഫിൽ ജനാഹി, ഈ ഒരു കോഴിയുടെ പിന്നെ ചിറകിൻ്റെ സൈഡിനേക്കാളും ഏറ്റവും നല്ലതാണ്, നിനക്കറിയില്ലേ. വമിൻ റസിൽ ഓനൊക്കി, അത് ഓനൊക്കിൻ്റെ പിന്നെ എന്ത് ചെയ്യുക, അങ്ങേയറ്റം, ഓനൊക്കിൻ്റെ അങ്ങേയറ്റത്തെ ആ ഇറച്ചി അതിനേക്കാളും നല്ലതാണെന്ന് എനിക്കറിയില്ലേ. ഒന്നും ഇലാ ഐനഹു, നീ ഒന്ന് പോയി നോക്കാം, ഇലാ ഐനഹു, നീ എവിടെയാണ് എറിഞ്ഞത്, നീ ഒന്ന് പോയി നോക്കുമോനെ. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ അടിമ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, മാ അതിരി, എനിക്കറിയില്ല, ഐനഹുവ, എവിടെയാണ് ഞാൻ അത് എറിഞ്ഞത് എനിക്ക് അറിയില്ല. അപ്പോൾ വലാ ഐന റമൈതു ബി, ഞാൻ അതിനെ എവിടെയാണ്
എറിഞ്ഞത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ അടിമയോട് പറഞ്ഞു, ലാക്കിന്നി എനക്കറിയില്ലേ, പക്ഷെ ലാക്കിന്നി പക്ഷേ ഞാൻ വല്ലാഹി അതിന് എനിക്കറിയാം. ഇന്നൊക്കെ റമായിത്ത ബിഹി, നീ അതിനെ എറിഞ്ഞിക്കണ് ഈ ബാത്തനിക്ക നിൻ്റെ പള്ളയിലേക്ക് എറിഞ്ഞിക്കണ്, അതെനിക്കറിയാം. കാത്തല കല്ല, പടച്ചവൻ എന്നെ കൊല്ലട്ടെ, നീ യോ കാത്തല കല്ല, അള്ളാഹു എന്നെ ശപിക്കട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും, ചീത്ത പറയാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കഥ. കദിമ ആറാബിയുൻ, ഒരു ആറാബി വന്നു, മിൻ അഹ്ലിൽ ബാദിയത്തി, കാട്ടിൽ നിന്ന്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, അലാ റജുലിൻ മിൻ അഹ്ലിൽ ഹലരി, ഒരു നഗരപ്രദേശത്തുള്ള ആളുടെ അടുത്തേക്ക് വന്നു. അൻസല, അപ്പോൾ ഈ നഗരപ്രദേശത്തുള്ള ആൾ സ്വീകരിച്ചിരുത്തി, അതിഥിയായി സ്വീകരിച്ചു അദ്ദേഹത്തെ. വക്കാന ഐന്ദഹു, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു ദജാജുൻ കസീർ, ഒരുപാട് കോഴികളുണ്ടായിരുന്നു. അതുപോലെ വലഹു, അവനുണ്ട് സൗജത്തുൻ, ഭാര്യയുണ്ട്, വബിനാനി, 2 മക്കളുണ്ട്, വബിനത്താനി മിൻഹ, ആ ഭാര്യയിൽ നിന്നുമുള്ള 2 പെൺമക്കളുമുണ്ട്. ഖാല, അപ്പോൾ റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, റിപ്പോർട്ട് ചെയ്യാണ്. കുൽത്തൂലി സൗജത്തി, അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട്, ഈ നാട്ടിലുള്ള ആളാണ് പറയുന്നത് കേട്ടോ, അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ നാട്ടിലുള്ള ആൾ അഥവാ ആതിഥേയൻ. കുൽത്തുലി സൗജത്തി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇഷ്വി ദജാജത്തിന്, ഒരു കോഴിയെ നീ നമുക്ക് പൊരിക്ക്. കദ്ദിമീഹ, നീ അത് കൊണ്ടുവാ, ലന, ഞങ്ങൾക്ക്, നെതഗദ്ദ ബിഹ, ഞങ്ങളതുകൊണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കട്ടെ. ഫലമ്മ ഹദറുൽ ഗദാവ്, അങ്ങനെ രാവിലെ ആയപ്പോൾ, ജലസ്ന ജമിയ, ഞങ്ങളെല്ലാവരും ഇരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ, വസൗജത്തി, എൻ്റെ ഭാര്യ, വബിനായ, എൻ്റെ 2 ആൺമക്കൾ, വബിനത്തായ, എൻ്റെ 2 പെൺമക്കൾ, വൽ അറബിയും, കാട്ടറബിയും. ദഫായന, അപ്പോൾ ഞങ്ങൾ നൽകി ഇലേഹി, ആ അറബിക്ക് ദജാജത, ആ കോഴിയെ. എന്നിട്ട് കൊല്ല ഞങ്ങൾ പറഞ്ഞു, എക്സിമഹ, നീ അതിനെ വീതിക്കുക, ബൈനന, ഞങ്ങൾക്കിടയിൽ. സാധാരണ രീതിയിൽ അതിഥികൾ വന്നാൽ അതിഥികൾക്കാണ് മുൻഗണന കൊടുക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ സാധാരണ രീതിയിൽ അങ്ങനെയാണ് നടക്കാറുള്ളത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നുരീദു മിതാലിക്ക, ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്നുദഹിക മിൻഹു, അദ്ദേഹത്തൊന്ന് പരിഹസിക്കുക, അദ്ദേഹത്തിൻ്റെ വിഹിതിക്കൽ എങ്ങനെയൊന്ന് കാണണമല്ലോ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ വിചാരിച്ചത്. കാല, അപ്പോൾ അയാൾ പറഞ്ഞു, കാട്ടറബി പറഞ്ഞു, അല്ല അഹ്സിനുൽ ഖിസ്മത, എനിക്ക് ഈ വിഹിതിക്കലൊന്നും കൂടുതൽ അറിയില്ല. ഇനി ഫൈൻ റലീതും ഖിസ്മത്തി, ഇനി നിങ്ങൾ എൻ്റെ വീതിക്കൽ കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ ഖസംതു ബൈനക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ അത് വീതിക്കാം. കുല്ല, ഞങ്ങൾ പറഞ്ഞു, ഫൈനാൻ എർലി, ഞങ്ങൾ തീർച്ചയായിട്ടും തൃപ്തിപ്പെടുന്നു. അഹദൽ ആറാബിയു, അപ്പോൾ ആറാബി എടുത്തു, റസദ് ദജാജ, ആ കോഴിയുടെ തലയെടുത്തു, എന്നിട്ട് ഫഖതാഹു, അതിനെ മുറിച്ചു. തുമ്മൻ നാവലനീഹി, പിന്നെ അത് എനിക്ക് നൽകി. മനസ്സിലായോ? വക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അർറസു, തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിർഈസി, തലവനാണ്, കുടുംബത്തിൻ്റെ തലവൻ നിങ്ങളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കാണ് തല. ഇയാൾ അന്തം വിട്ട് കഴിഞ്ഞു. സുമ്മ കഥായിൽ ജനാഹൈനി, പിന്നെ രണ്ട് ചിറകുകളെടുത്തു. വക്കാല, എന്നിട്ട് പറഞ്ഞു, വൽ ജനാഹാനി, 2 ചിറകുകളിൽ ഇബ്നൈനി, 2 ആൺമക്കൾക്കാണ്. സുമ കഥ സാക്കേനി, എന്നിട്ട് 2 സാക്ക്, അതിൻ്റെ മുട്ടുഭാഗം ഉണ്ടാവുമല്ലോ, അത് മുറിച്ചെടുത്തു. വക്കാല, നമ്മുടെ മീനിനെ കൊടുക്കണേ. വക്കാല, എന്നിട്ട് അത് പറഞ്ഞു, അസാക്കായി, ഈ 2 കാലുകൾ ലിൽ ഇബ്നത്തൈനി, നിൻ്റെ 2 പെൺമക്കൾക്കാണ്. സുമ്മ കഥ ജംകി, എന്നിട്ട് ആ വാൽ ഭാഗം എടുത്തു. വക്കാല, എന്നിട്ട് പറഞ്ഞു, അൽ അജീസു, ഈ അവസാന ഭാഗം ലിൽ അജൂസി, അജൂസിനുള്ളതാണ്, അഥവാ അജൂസ് ഈ ബലഹീന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭാര്യ എന്നാണ്. സുമ്മ അഹദ ദജാജത്ത് ബി അസ്രിഹ, എന്നിട്ട് ബാക്കിയുള്ള ആ കോഴിയെ മുഴുവൻ അയാളെടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, വസൂറുൽ സാഇരി, ഇതിൻ്റെ ഹൃദയഭാഗം അത് സാഇരി, സന്ദർശകനുള്ളതാണ്. ഫലമാക്കാന മിനൽ ഗദ്, അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോൾ ഹുൽത്തുലി സൗജത്തി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇഷ്വിലന, നമ്മൾക്ക് പൊരിക്കുക, ഹംസ ദജാജാത്ത്, 5 കോഴികൾ പൊരിക്ക്. ഇന്നലെ ഒന്നല്ലേ, ഇന്ന് 5 എണ്ണം പൊരിച്ചു. ഫലമ്മ ഹദറുൽ ഗദ, അങ്ങനെ പ്രഭാതമായ സമയത്ത്, കുൽന, ഞങ്ങൾ പറഞ്ഞു, എക്സിം ബൈനന, ഞങ്ങൾക്കിടയിൽ, അറബി, ഞങ്ങൾക്കിടയിൽ വീതിക്ക്, നമുക്കിടയിൽ വീതിക്ക്. ഖല, അയാൾ പറഞ്ഞു, അതെന്നിക്കും, ഞാൻ നിങ്ങളെ വിചാരിക്കുന്നു, വജത്തും മിൻ ഖിസ്മത്തി അംസി, ഇന്നലത്തെ എൻ്റെ വിഹിതിക്കലിൽ വജത്തും, നിങ്ങൾക്ക് എന്തോ ഒരു ചടപ്പ്, എന്തോ ഒന്ന് ബാധിച്ചിക്കണേ, എന്തോ ഒരു ചടപ്പ് എത്തിച്ചിക്കണേ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ല, ഞങ്ങൾ പറഞ്ഞു, ഇല്ലല്ലോ, ലം നജീദ്, ഞങ്ങൾക്ക് എത്തിച്ചിട്ടില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ. ഫക്സിം ബൈനന, നീ വീതിച്ചോ. ഫക്കാല, അപ്പോൾ അയാൾ ചോദിച്ചു, ഷെഫ് അൻ ഔ അത്രൻ, ഇരട്ടയായിട്ടാണോ അതോ ഒറ്റയായിട്ടുമാണോ വീതിക്കേണ്ടത്? അപ്പോൾ കുല്ല, ഞങ്ങൾ പറഞ്ഞു, വത്രൻ, തൽക്കാലം ഒറ്റയായിട്ട് വീതിച്ചു. ഖാല, അയാൾ പറഞ്ഞു, അതെ, ആയിക്കോട്ടെ. അൻത വസൗജുക, നീയും നിൻ്റെ ഭാര്യയും, വദജാജത്തുൻ, 1 കോഴിയും, തലാഹത്തുൻ, 3 എണ്ണാണ്. വറമാബി ദജാജ, അങ്ങനെ 1 കോഴിയെ ഞങ്ങൾക്ക് എറിഞ്ഞു തന്നു. തുമ്മക്കാലം, എന്നിട്ട് പറഞ്ഞു, വബിനാക്ക, നിൻ്റെ 2 ആൺമക്കൾ, വദജാജത്തുൻ, 1 കോഴി, തലാഹത്തുൻ, 3 എണ്ണം.
ഓ രണ്ടാളും കൂടിയ മൂന്നെണ്ണമായില്ലേ, ഒറ്റയാണല്ലോ. വറമാബി സാനിയ, എന്നിട്ട് രണ്ടാമത്തേനും എറിഞ്ഞു വന്നു. സുമ്മക്കാല, എന്നിട്ട് പറഞ്ഞു വബനത്താക്ക വ ദജാജത്തുൻ സലാസ, നിൻ്റെ 2 പെൺമക്കളും 1 കോഴിയും മൂന്നെണ്ണമായല്ലോ. ഓ അന വ ദജാജത്താനി സലാസും, ഞാനും 2 കോഴികളും മൂന്നെണ്ണമായല്ലോ. തൃപ്തിയായല്ലോ അല്ലേ. ഫഹദ ദജാജത്തേനി, അങ്ങനെ അയാൾ 2 കോഴി എടുത്തു. ഫർ ആന, അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കണ്ടു. വനഹ്നു, ഞങ്ങൾ നോക്കുന്നു ഇലാ ദജാജത്തേക്ക്, ആ 2 കോഴികളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അപ്പോൾ അയാൾ ചോദിച്ചു, മാ തന്തുറൂണി, എന്താ നിങ്ങൾ നോക്കുന്നത്? അല്ലക്കും, നിങ്ങളായതുപോലെയുണ്ടല്ലോ, കരിഹിത്തും കിസ്മത്തി, ഞാൻ വീതിച്ചത് തൃപ്തിപ്പെടാത്ത പോലെയുണ്ടല്ലോ. അൽ വത്രു മാ തജീവു, അൽ വത്രു, ഈ ഒറ്റയ്ക്ക് വീതിക്കൽ, മാ തജീവു, ഈ ഒറ്റ എന്നുള്ളത് മാ തജീവു, അത് വരില്ല, ഇല്ല ഹാക്കഥ, ഇങ്ങനെ അല്ലാതെ വരൂല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫക്സിം ഹാ, എങ്ങനെയാണ് നീ അതിനെ വീതിക്ക് ഷെഫ് ആൻഡ് ഇരട്ടായിട്ട് വീതിക്ക്. ഫഖബലഹുന്ന, അപ്പോൾ ഞങ്ങൾ അതെല്ലാം ആ കോഴികളെ മുഴുവൻ എടുത്തു ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് തന്ന കോഴിനെയൊക്കെ കൊടുത്തു. സുമ്മക്കാലം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്ത നീയും വബനാക്ക, അന്ത എന്ന് പറഞ്ഞ ഇവിടെ ഗൃഹനാഥനാണ് കേട്ടോ. അന്ത നീയും വബനാക്കാൻ, നിൻ്റെ ആൺമക്കളും വദജാജത്തുൻ, 1 കോഴിയും, അർബാത്തുൻ 4. റമാ ഇലഹി ദജാജ, എന്നിട്ട് ഇവർക്ക് 1 കോഴിനെ കൊടുത്തു. വല്ല അജൂസു വബനത്താഹ വദജാജത്തുൻ അർബാത്തുൻ, ഭാര്യയും അവരുടെ 2 പെൺമക്കളും വദജാജത്തുൻ, 1 കോഴിയും, അർബാത്തുൻ 4. വർമാ ഇലഹിന്ന, അവരിലേക്ക് എറിഞ്ഞു കൊടുത്തു ബിദജാജ, 1 കോഴിയെ. സുമക്കാര, എന്നിട്ട് പറഞ്ഞു ഞാനും വ സലാസു ദജാജാത്തിൻ, ഞാനും 3 കോഴികളും, അർബാത്തുൻ 4 അപ്പോൾ ഒമ്മ ഇലഹി, അദ്ദേഹത്തിലേക്ക് ചേർത്തു സലാസ് ദജാജ, 3 കോഴികളെ. സുമ്മ റഫാർ ഉസുഹു, എന്നിട്ട് അദ്ദേഹം തൻ്റെ തല ഉയർത്തി ഇലസമാ, ഈ ആകാശത്തിലേക്ക്. വഖാല, എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അന്ത, നീയാണ് ഫഹംതഹ, നീ അതിനെ മനസ്സിലാക്കി തന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത് ലീ, എനിക്ക്. മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം ആ 3 കോഴികളെയും ഒപ്പം തിന്നു എന്നാണ് പറയുന്നത്. വബി ഹാദിഹി നാദിറത്തി, ഈ ഒരു തമാശ കൊണ്ട്, അത്വരീഫ, ഈ ഒരു ചിരിപ്പിക്കുന്ന തമാശ കൊണ്ട്, അസാഹിറ, നമുക്ക് സമ്പാദ്യങ്ങൾ നൽകുന്നത്. നമ്മൾ ഇത് പറഞ്ഞ് ഏണിന്ന്, ഇത് തമാശ പറഞ്ഞാൽ നേരത്തെ നമ്മൾ വിദൂഷകനെ പോലെ സമ്പാദ്യം കിട്ടും രാജാക്കന്മാരെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനത്തെ ഈ ചിരിപ്പിക്കുന്ന സമ്പാദനം നൽകുന്ന തമാശകൾ കൊണ്ട് നക്കൂനു, നമ്മളാകും, ഖദ് റവ്വഹ്ന, നമ്മൾ ആശ്വാസം കണ്ടെത്തി, അനിൽ ബാലി, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ ആശ്വാസം കണ്ടെത്തി. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തമാശകളൊക്കെ കേൾക്കുന്നു. അതുപോലെ ഈ തമാശകൾ കൊണ്ട് വഖഫഫ്ന, നമ്മൾ ലഘൂകരിച്ചു, ബഅല മതായിബിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ചില പ്രയാസഘട്ടങ്ങളൊക്കെ നമ്മൾ ലഘൂകരിച്ചു ഈ തമാശകൾ കൊണ്ട്. അഫദ്ന മിമ്മാ ബിഹ, അതിലുള്ള ഒന്നുകൊണ്ട് പിന്നെ നമ്മൾ ഉപകാരമെടുത്തു. അതിലുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ആ തമാശയിലുള്ളത്? മിൻ ഹിക്കമിൻ ജലീലത്തിൻ, വളരെ നല്ല ഹിക്മത്തുകൾ, വളരെ നല്ല ഹിക്മത്തുകളാൽ ആ തമാശയിലുള്ള ഒന്നുകൊണ്ട് നമ്മൾ ഉപകാരമെടുത്തു. പിന്നെ എന്താണ് ആ തമാശയിലുള്ളത്? വഹിബറത്തിൻ തൊവീലത്തിൻ, നല്ല ഗുണപാഠ കഥകളാലും, മൗഇലത്തിൻ ഹസനത്തിൻ, നല്ല മൗഇലത്തിൻ ഹസന, നല്ല സതുപദേശങ്ങളാലും, ദഅവത്തിൻ സ്വരീഹത്തിൻ, അതുപോലെ നല്ല നന്മയിലേക്കൊക്കെയുള്ള നല്ല പ്രബോധനം, ഇതൊക്കെ ഈ തമാശയിലുണ്ട്. അങ്ങനത്തെ ഈ തമാശയിലുള്ള ഒന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉപകാരമെടുത്തു. എന്തിലേക്ക് ഉപകാരമെടുത്തത്? അഥവാ അസാധാരണ നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ള അർത്ഥം. ഉപകാരം എത്തുക, അതുപോലെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലുള്ള ഒന്നുകൊണ്ടൊക്കെ നമ്മൾ ഉപകാരമെടുത്തു, അല്ലെങ്കിൽ നമ്മൾ നേടി. എന്തിലേക്ക് നമ്മൾ നേടി? ഇലാ ഇഷാത്തിരില, ഈ തൃപ്തിയുടെയും വൽ ഇത്മീനാനി വൽ മറഹി വ തലാഖത്തിൽ വജ്ഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ചിരി ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, ശാന്തത ഉണ്ടാക്കുക, അതുപോലെ തൃപ്തി വ്യാപിപ്പിക്കുക എന്നതിലേക്ക് നമ്മൾ ഈയൊരു ഇതിലുള്ള ഹിക്മത്തുകൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കൊണ്ടെത്തിച്ചു, നമ്മൾ ഉപകാരമെടുത്തു. അപ്പോൾ ഈ തമാശയിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്, ഖബിറത്തുണ്ട്, മൗഇദത്തുൻ ഹസനുണ്ട്, ദഅവത്തുൻ സ്വരീഹൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള തമാശയിലുള്ള ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും വ്യാപിപ്പിക്കലുമൊക്കെ നമുക്കുണ്ടായി, അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഏത് ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു തമാശയിലുള്ള ഈ കാര്യങ്ങളൊക്കെ നന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? ഫി ആസിറിൻ, ഒരു കാലത്ത്, തസൂദുഹു, ആ കാലത്ത് നയിക്കുന്നു, മലാഹിറുൽ ഖലഖി, ഈ ബുദ്ധിമുട്ടിൻ്റെ കാഴ്ചകളാണ്,
അല്ലെങ്കിൽ വൽ അബൂസ് മുഖം ചുളിക്കലിൻ്റെ കാഴ്ചകളാണ് ആ കാലത്ത് നയിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്ത്. അപ്പോൾ ഈ ഒരു കാലത്ത് വെറും ആളുകൾ എന്താണ് പിന്നെ ബുദ്ധിമുട്ട് പറയുക, പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, മുഖം ചുളിക്കുക എന്നൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാലത്തുള്ളത്. പരസ്പരം പ്രയാസപ്പെടുത്തുക, മത്സര ബുദ്ധി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ത്വലാഖത്തുൽ വജ്ഹ് മുഖപ്രസന്നതയും അതുപോലെ സന്തോഷവും ശാന്തതയും പിന്നെ ഈ തൃപ്തിയെ വ്യാപിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ഒരു തമാശയിലുള്ള പിന്നെ ഖിബ്റത്തുൻ തൊവീല, മൗഇദത്തുൻ ഹസന, അതുപോലെ ഹിക്മത്തുൻ ജലീല ഇതൊക്കെ ഉണ്ടായത് കാരണമാണ് എന്നർത്ഥം. മനസ്സിലായോ? ഇനി മുലാഹദാത്ത്, ഇതിൽ അലിഫ്ലാം കളയപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മൗസൂലുണ്ട്, ഇസ്മ മൗസൂലുണ്ട്, പിന്നെ ഒരു ലാമ് സാധാരണ രീതിയിൽ കളയപ്പെടാറുണ്ട്. അല്ലതി എന്നുള്ളതിൻ്റെ ശരിക്കും അതിൻ്റെ അസൽ എന്താണ്? 2 ലാം അവിടെ ഉണ്ട്. ഒരു അലിഫ് ലാമും പുറമെ ഒരു ലാമും ഉണ്ട്. പിന്നെ അതിൻ്റെ ലാമ് കളയപ്പെടാറുണ്ട്. അപ്പോൾ ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലതി എൽത്തസിംബ് ദീനിഹി ദീന് മുറുകെ പിടിക്കുന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവിടെ ഒരു ലാമ് കളഞ്ഞിട്ടുണ്ട്. അഥവാ അല്ലത്തി എന്നുള്ളിടത്തും അതുപോലെ കളഞ്ഞിട്ടുണ്ട്. അൽമർഅത്തുല്ലതി ഇൽത്തസമത് ബി ഹിജാബിഹ ഹി അല്ലത്തി അർലത്ത് റബ്ബഹ, പിന്നെ ഹിജാബ് ഇട്ട സ്ത്രീ അവരുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തി, അവിടെയും ഒരു ലാമിനെ നമ്മൾ കളഞ്ഞു ജുംലിയാക്കി എഴുതുന്ന സമയത്ത്. അല്ലദീന അത്തുല്ലാബുല്ലദീന ജിദ്ഹദുഹുമുല്ലദീന തഖറജു, ഈ പിന്നെ പരിശ്രമിച്ച കുട്ടികളാണ്, അവരാണ് ഗ്രാജുവേറ്റഡ് ആയി പോയത് എന്നൊക്കെ അർത്ഥം. മനസ്സിലായോ? നേരെ മറിച്ച് അല്ലദൈനി എന്നാണെങ്കിൽ അവിടെ 2 ലാം എഴുതും, അവിടെ ലാമ് കളയപ്പെടുകയില്ല. അപ്പോൾ അല്ലതി, അല്ലത്തി, അല്ലദീന എന്നീ സ്ഥലങ്ങളിലൊക്കെ ഒരു ലാമ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉദാഹരണം എഴുതുമ്പോൾ കളയപ്പെടാറുണ്ട്. അതുപോലെ അലിഫ് ലാമ് ചില സമയങ്ങളിൽ കളയപ്പെടാറുണ്ട്. അഥവാ അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഒരു ലാമ് വന്നു കഴിഞ്ഞാൽ അലിഫ് ലാമ് കളയപ്പെടും. കൂടുതൽ ലാമ് അല്ലാ തജ്തമിയ ലാമാത്ത്, ഒരുപാട് ലാമുകൾ കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം ലിൽ ലൈലി എന്നുള്ളിടത്തും, അതവിടെ അൽ ലൈലി എന്നുള്ളതിന് അലിഫ് ലാം ഉണ്ട്, പിന്നെ ഒരു ലൈലിൻ്റെ ലാമുണ്ട്. അതിൻ്റെ മുമ്പ് ഇനിയൊരു ലീന്ന് കൂടി വന്നാൽ, ലിൽ ലൈലിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ 2 ലാമുകളും ഒരു അലിഫ് ലാമും ചേരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ അലിഫ് ലാം കളയപ്പെടും. അങ്ങനെയാണ് ലിൽ ലേലിന്ന് അവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് അലിഫ് ലാം കാണാൻ കഴിയില്ല. അതുപോലെ ലിൽ ലോകത്തിൽ അറബിയ എന്നുള്ളിടത്തും അവിടെ ഒരു ലോയുടെ ലാമുണ്ട്, ലീയുടെ ലാമുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു അലിഫ് ലാമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അലിഫ് ലാം നമ്മൾ കളയപ്പെടുന്നു. അങ്ങനെ ലിൽ ലോകത്തിൽ അറബിയ എന്ന രീതിയിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ഇഖ്തരിൽ മുഫ്രദ ലിൽഫാദിലാത്തിയ ഔ, അതിൻ്റെയൊക്കെ മുത്രാദിഫാത്ത് നിങ്ങൾ കണ്ടെത്തുക. അതിൻ്റെയൊക്കെ പര്യായ പദങ്ങൾ ഔമ, സക്രാൻ, ഹസ്സ, ബലഗ എന്നുള്ളതിൻ്റെയൊക്കെ പിന്നെ മുത്രാദിഫാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതുപോലെ തന്നെ പിന്നെ ഇന്നൽ ഫക്കാഹത്ത സുനാത്തിൻ വ ബിലാഅത്തുൻ എന്നുള്ള ഒരു പിന്നെ സെൻറ്റൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം നിങ്ങൾ കണ്ടെത്തുക. അതൊരു ഈ ഒരു കോമഡി എന്നുള്ളത് ഇന്നൊരു ചരക്കായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഒരു കച്ചവടമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന ജുംലയിലെല്ലാം വഖഫയുടെ വ്യത്യസ്ത അർത്ഥങ്ങൾ കണ്ടെത്തുക. വഖഫുൽ ഹജ്ജാജു അല അറാബിൻ ഇറാബിലൻ, ഒട്ടകം മേക്കുന്ന ഒരു അറാബിയുടെ അടുത്തുകൂടെ ഹജ്ജാജ് നടന്നു പോയി എന്നുള്ള ഒന്നാമത്തെ. 2 വഖഫുൽ ഹജ്ജാജ് ബി അറഫാത്ത്, അറഫയിൽ ഹജ്ജാജികൾ നിന്നു. പിന്നെ മൂന്നാമത്തെ വഖഫുൽ ഖൗമാല ഹഖീഖത്തുൽ അഖ്ബാരി എന്തമാലം യഖഫ് ബിഹ സൊഹഫിയോൻ, പത്രപ്രവർത്തകർ സത്യത്തിൽ മേൽ അടിയുറച്ച നിന്നപ്പോൾ ജനങ്ങൾ സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് നിന്നു എന്നാണ് അതിനർത്ഥം. ഈ നാലാമത്തത് വഖഫൽ ഹക്കീം അബ്ദുൽ ഹമീദ് മിയത്ത് ഫിദാൻ മിനൽ അറദി തൈസീദി ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹക്കീം അബ്ദുൽ ഹമീദ് അദ്ദേഹം 100 ഏക്കറോളം ഭൂമി വഖഫ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അജ്മൽ അസ്ലത്തിൽ ആത്തിയ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നൽകുക. പിന്നെ മസ്സിൽ ഫി സൊഫിക അയ്യാത്ത ഖിസ്സത്തിൻ്റെ മദ്കൂറത്തും ഫിൽ ദിറാസിയ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് തമാശ കഥകൾ, ആ തമാശ കഥകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ടാക്കാം, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.